Hello guys. Hi. I am welcome to Code and Spices in the special carrot halwa. ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ക്യാരറ്റാണ്. പിന്നെ പാൽ ഒരു 3/4 ലിറ്റർ എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. കാർഡമം അതായത് ഏലക്ക ഒരു 7-8 എണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യ് ഒരു 3 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ലോ ഫ്ലെയിമിൽ പാൻ വെച്ചു, ചൂടാക്കി അതിനുശേഷം നെയ്യ് ഒഴിച്ചു. നെയ്ക്കകത്ത് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഇത് വേണം എന്നുള്ളവർക്ക് മാത്രം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വറുത്തെടുത്ത ശേഷം നമ്മൾ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ആ മഴയുടെ ശബ്ദവും തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് നന്നായിട്ട് നെയ്യിൽ കിടന്ന് വെന്ത് വരികയാണ് നമ്മുടെ ക്യാരറ്റ്. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തതാണ് സംഭവം എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ ഹോളും കുഞ്ഞു ഹോളും ഉണ്ട്. അപ്പോൾ ഇത് കുഞ്ഞു ഹോളിലൂടെ നമ്മൾ ഈ കാണുന്ന സൈസിന് വേണം ആ ഗ്രേറ്ററിൽ ഉരസി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്തവർക്ക് എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു പരുവത്തിന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം. ആ രീതിയിൽ നമ്മൾ ഗ്രേറ്ററിൽ ഉരസി എടുക്കുക. അതിനുശേഷം ഇപ്പോൾ നെയ്യിൽ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. ഇവിടെ ഒരു 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലിൽ കിടന്ന് നമ്മുടെ ഈ ക്യാരറ്റ് അങ്ങോട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നേരത്തെ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. നെയ്യിൽ കിടന്ന് വഴണ്ട് വന്നതിൻ്റെ ചെറിയൊരു പച്ചമണം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലും കൂടെ ഒഴിച്ചപ്പോൾ നല്ല രീതിയിൽ ആ ക്യാരറ്റിൻ്റെ കളർ ആ പാലിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. മണം ചെറിയ രീതിയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറി കുറച്ചുകൂടെ കഴിയുമ്പോൾ വളരെ നല്ലൊരു ഫ്ലേവറും ആ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ വേവും ബാക്കി സമയവും കൂടും. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് ഇതിന് വേവാനുള്ള ടൈമൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് പാലും ഒക്കെ വറ്റി ഇതിനോട് വെന്ത് ചേർന്ന് വരാനുള്ള ടൈം ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര ഭാരതത്തിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ പ്രചാരം നേടിയ ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യകാല രൂപം നമ്മുടെ മുഗൾ സാമ്രാജ്യ ആ ഒരു ടൈമിൽ ആരംഭിച്ചതാണ്. ഈ മുഗൾ ഭരണകാലത്ത് പേർഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സ്വീറ്റ് വിഭവങ്ങളുടെ സ്വാധീനം നമ്മുടെ ഇന്ത്യയിലേക്ക് നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പാല്, നെയ്യ്, ഈ തുടങ്ങിയ മിക്സേഴ്സ് ഉപയോഗിച്ചിട്ട് ഹൽവയായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേർഷ്യൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അത് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുള്ള സാധനങ്ങളിലേക്ക് ചുരുങ്ങി. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് പാല്, നെയ്യും ഗാജറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതങ്ങ് ചുരുങ്ങി. ഇതിനെ ഗാജർ ഹൽവ അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്ന മറ്റ് പേരുകൾ നോർത്തിലേക്ക്. ഗാജർ എന്ന് വെച്ചാൽ ക്യാരറ്റ് എന്നാണ് ഹിന്ദി വേർഡാണ്. ഹൽവ എന്ന് വെച്ചാൽ ഒരു പേർഷ്യൻ വേർഡാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് മധുരം, സ്വീറ്റ് ഇതൊക്കെയാണ്. അതിൻ്റെ ഒരു പൊതുവായിട്ട് പറയുന്ന പേരാണ് ഹൽവ എന്ന് പറയുന്നത്. അധികം മുറ്റാത്ത മീൻസ് ഇളം ക്യാരറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ്സും സ്വീറ്റ്നെസ്സും കൂടും. ഇത് പാകമാകും തോറും ഇതിൻ്റെ ഒരു അരോമാറ്റിക് നല്ലൊരു സ്മെല്ലുണ്ട്. അത് ഈ നെയ്യുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ വളരെ നല്ലൊരു സ്മെല്ലുണ്ട്. അതിങ്ങനെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 200 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം മാറ്റാം. പഞ്ചസാരയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. കൈ വിടാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഞങ്ങളേറെ പ്രതീക്ഷിച്ചൊരു ഗസ്റ്റാണ് ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വേണം? ആർക്ക്? വേണോ? തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നേരം കൊണ്ട് ആശം ചോദിക്കുന്നുണ്ട് ക്യാരറ്റ് ഹൽവ ആയില്ലേന്ന്. അവസാനം വയലൻ്റ് ആയാണ് തിരിച്ചു പോയത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മുടെ ഏലക്കയുടെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ സീഡാണ് ചേർത്തിരിക്കുന്നത്. അത് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിക്കണം, എന്നാലേ നന്നായിട്ട് പൊടിയുള്ളൂ. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാണ്ടിരിക്കാം. ഞങ്ങൾ നേരത്തെ ഒരു 200 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചതിൽ ഞങ്ങൾ ആവശ്യാനുസരണമാണ് ഇപ്പോൾ കുറച്ച് പഞ്ചസാര അതിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഏലക്ക തരിയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുത്തത്. ഇതിപ്പോൾ നെയ്യും 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് അതും ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് വീണ്ടും ആശൻ എത്തിനോട്ട് തുടങ്ങി. കാരണം നെയ്യ് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ ക്യാരറ്റിനും കൂടെ ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് പുറത്തോട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതാണ് ആശൻ ഇതുവരെ എത്തിയത്.
ഇതിൻ്റെ മണവും കളറും ഒക്കെ കണ്ടിട്ട് പപ്പൂസ് നന്നായിട്ട് കൊതിയനായിട്ട് അവിടെ നോക്കി നിൽപ്പുണ്ട്. ഞങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് പോകുന്നുള്ളൊരു പേടിയാണ്. അവൻ്റെ അച്ചാമ്മ ഉണ്ടാക്കിയിട്ട് അവന് തന്നെ ആദ്യം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒളിച്ച് തന്നെ നിൽക്കുന്നത്. അതായത് ഓടി വരുന്നുണ്ട്. ഏകദേശം കാറ്റൽവ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ഈ നട്ട്സൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലാസ് ട്രേയിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതിൽ ധാരാളം നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളിത് നമ്മുടെ ആവശ്യാനുസരണത്തിലുള്ള ടേസ്റ്റ് പഞ്ചസാര ആയാലും നെയ്യ് ആയാലും ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. കാരണം ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പേസ്റ്റായിട്ട് അങ്ങനെ ഒരു ഇതല്ലേ. ഇതിപ്പോൾ ഇങ്ങനെയല്ല. ശരിക്കും പഞ്ചാബിലൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു തരിവ് നമുക്ക് കിട്ടണം കഴിക്കുമ്പോഴേ. ഇങ്ങനെ നമുക്ക് കിട്ടണം, അല്ലാണ്ട് പേസ്റ്റായിട്ട് കട്ടയായിട്ട് അങ്ങനെയല്ല. കാറ്റൽവ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അതിനൊപ്പം ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്